പണ്ട് കാലത്ത് സൈക്കിളൊക്കെ റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി വരും. അതേപോലെ നമ്മുടെ അക്വാപോണിക്സിലെ ബെഡൊക്കെ ഒന്ന് കല്ലൊക്കെ എടുത്ത് ക്ലീൻ ചെയ്ത് റീഫിറ്റ് ചെയ്തപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. ഇതൊക്കെ ബാക്കി വരുന്നത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. തീരെ ഒട്ടിക്കാത്തതുകൊണ്ട് നമുക്ക് 10 വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഒട്ടിക്കാത്ത കാരണം നമുക്ക് പല രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഒട്ടിക്കാതെ ഓരോ അക്വാപോണിക്സ് ചെയ്യാൻ. മാത്രമല്ല നമ്മൾ എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ എന്നും ഒരേപോലെ ആവാതെ മാറ്റങ്ങളിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അബ്ദുൽ കലാം സാർ പറഞ്ഞ പോലെ അതിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണം. സ്വപ്നം കാണുമ്പോഴാണ് നമുക്കിത് ഈ പുതിയ ഐഡിയകളൊക്കെ കിട്ടുള്ളത്. 3 ടാങ്കുകൾ 3 സബ്മർസിബിൾ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഒറ്റ സബ്മർസിബിൾ പമ്പ് കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഇലക്ട്രിസിറ്റി ലാഭിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ എപ്പോഴും ഇങ്ങനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ച് എടുത്ത് അങ്ങോട്ട് മാറ്റി എടുത്ത് ഇങ്ങോട്ട് വെച്ച് അങ്ങോട്ട് വെച്ച് പല മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമുക്ക് പുതിയൊരു ആശയം നമുക്ക് കിട്ടും. അത് ചിലപ്പോൾ ഈ ലോകത്തിന് തന്നെ മാറ്റി മറിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ട് മാറും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു സംഗതി ചെയ്യാൻ പറയുന്നത്. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ഐഡിയ കിട്ടും. മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അവരത് ചെയ്തു പോകും. പിന്നെ അത് വളർച്ചയില്ല, അത് പച്ചക്കറി അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കംപ്ലൈൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇത് വളർച്ച പച്ചക്കറികൾക്ക് കുറവാണെങ്കിൽ അവിടെ വെയിൽ വളരെയധികം കുറഞ്ഞിരിക്കും. കാരണം വെയിൽ ഒരു 6 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വെയിൽ കിട്ടുമ്പോഴാണ് നമുക്ക് പച്ചക്കറികൾക്ക് നന്നായി മിനിമം 6 മണിക്കൂർ കണ്ടിന്യൂസ് വെയിൽ വേണം. എങ്കിലാണ് പച്ചക്കറികൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് രോഗങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കൂടുതൽ മരുന്ന് മറ്റ് കീടനാശിനികളൊന്നും പ്രയോഗിക്കാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. നല്ല വെയിലുള്ള സ്ഥലം നോക്കിയിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതിനൊക്കെ മാറ്റിമറിക്കാവുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്താവുന്ന രീതിയിൽ ഇപ്പോൾ കല്ലുകളൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടല്ലോ 10 വർഷമായിട്ട് ഇരിക്കുന്നതാണ്. ഈ കല്ലുകളൊക്കെ വെറുതെ വെച്ചിട്ടുള്ളതാണ്. ഇപ്പം നമുക്ക് ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും വേണ്ട എന്ന് പറയണമെങ്കിൽ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. ഈ സ്ഥലവും നമുക്ക് മെനക്കെടില്ല. സിമെൻറ്റോടൊക്കെ പണിയുമ്പോൾ നമുക്ക് അതൊക്കെ വെട്ടിപ്പൊളിച്ച് അതൊക്കെ നാശമാക്കി എല്ലാം പിന്നെ അത് സിമെൻറ്റ് കൊണ്ടുപോയി കളയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അനുയോജ്യമായ രീതിയിൽ ഒരു ചെറിയ അക്വാപോണിക്സ് എങ്കിലും നമ്മുടെ മുറ്റത്തുണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്ക് എപ്പോഴും മത്സ്യങ്ങളെ കണ്ട് ആസ്വദിക്കാനും പച്ചക്കറികൾ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നത് കാണാനൊക്കെ വളരെയധികം മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. എല്ലാവരും മുറ്റത്തൊരു അക്വാപോണിക്സ് സിസ്റ്റം സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ചോളൂ. എൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം.